ഹലോ എവരി വൺ, വെൽക്കം ടു മെഷീൻ ലേണിംഗ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മുടെ ഡീപ്പ് ലേണിംഗ് സീരീസിലെ മൊഡ്യൂൾ 2-ലെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് അതിൻ്റെ വെയ്റ്റ് വാല്യൂസ്, ഐഡിയൽ ആയിട്ടുള്ള വെയ്റ്റ് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ ഇൻഡ്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള വെയ്റ്റ് വാല്യൂസ്, അതിൻ്റെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ആ പാറ്റേൺ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് പോസിബിൾ സെറ്റ് ഓഫ് വെയ്റ്റ് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അത് സാധിക്കുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള ഐഡിയ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ന്യൂറൽ നെറ്റ്വർക്ക് കാണിച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ എക്സാമ്പിൾ തന്നെ എടുക്കാം. അതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ്, ഹൗസിൻ്റെ ഏജ്, നമ്പർ ഓഫ് ബെഡ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഔട്ട്പുട്ടായിട്ട് ഒരു പ്രൈസ് ആയിരിക്കും. ഇത് നമ്മുടെ ട്രെയിനിങ് ഡേറ്റയിൽ കുറേ സാമ്പിൾ ഇൻപുട്ട് വാല്യൂസും സാമ്പിൾ ഔട്ട്പുട്ട് വാല്യൂസും ഉണ്ട്. സോ ഈ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഫിറ്റിംഗ് ന്യൂറൽ നെറ്റ്വർക്ക് ആയിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് അതിൻ്റെ വെയ്റ്റ് വാല്യൂസ്. ഇപ്പോൾ ഇൻപുട്ട് ലെയറിൽ നിന്ന് ഔട്ട്പുട്ട് ലെയറിലോട്ട് കുറേ കണക്ഷൻസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ലെയറിൽ നിന്ന് ഹിഡൻ ലെയറിൽ നിന്ന് ഔട്ട്പുട്ട് ലെയറിലോട്ട് മറ്റ് ചില കണക്ഷൻസ് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻപുട്ട് ലെയറും ഒരു ഹിഡൻ ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും വരുന്ന ഒരു സിമ്പിൾ നെറ്റ്വർക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഇൻപുട്ടിൽ മൂന്ന് ഇൻപുട്ട് യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹിഡൻ ലെയറിൽ 4 ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ 3/4 12 കോമ്പിനേഷൻസ് കണക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഓരോ കണക്ഷൻസും ഓരോ വെയ്റ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഓരോ കണക്ഷനും കൊറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെയ്റ്റ് വേരിയബിൾ അവിടെയുണ്ട്. ആ വെയ്റ്റ് വേരിയബിളിൻ്റെ ഐഡിയൽ പോസിബിൾ വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ നമുക്ക് 12 + 4 16 വെയ്റ്റ് വാല്യൂസ് ടോട്ടലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുണ്ട്. സോ ഈ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഓരോ പൊസിഷനിലും ഓരോ കണക്ഷനെയും സൂചിപ്പിക്കുന്ന ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള വെയ്റ്റ് വാല്യൂ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ഉദാഹരണത്തിന് നമ്മൾ റേഡിയോസൊക്കെ യൂസ് ചെയ്യുന്ന കാറിലൊക്കെ FM ചാനൽസൊക്കെ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളതിൻ്റെ ചാനൽ ട്യൂൺ ചെയ്യാനായിട്ട് ഒരു നോബ് അതിൽ കാണും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഒരു ചാനലിലോട്ട് ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് നോയ്സ് വരുന്ന പൊസിഷൻസും ഉണ്ട്, നോയ്സ് കുറഞ്ഞു വരുന്ന പൊസിഷൻസും ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഏറ്റവും നോയ്സ് കുറവുള്ള ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ വരുന്ന പൊസിഷനിലായിരിക്കും ആ നോബ് പൊസിഷൻ ഫിക്സ് ചെയ്യുന്നത്. സോ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് നോയ്സ് നമ്മളൊരല്പം ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ നോയ്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡയറക്ഷനിൽ കൂടുതലായിട്ട് തിരിക്കുകയും, എന്നാൽ നോയ്സ് കൂടുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഹ്യൂമൻ ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൂടെ നമ്മൾ ആ ഹിയറിംഗ് ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ വരുന്നുണ്ടോ, കൂടുതൽ ക്ലിയർ ആവുന്നുണ്ടോ, അതോ കൂടുതൽ വേഴ്സ് ആവുകയാണോ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഐഡിയൽ പൊസിഷനിൽ, ആ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ ക്ലിയർ ഓഡിയോ വരുന്ന പൊസിഷനിലോട്ട് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. സോ ഏതാണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ന്യൂറൽ നെറ്റ്വർക്കും ഒരു സിംഗിൾ വെയ്റ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലോസ് കുറയുന്ന രീതിയിൽ ഒപ്റ്റിമം വാല്യൂയിലോട്ട് ഈ കറണ്ട് ഒരു റാൻഡം വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ബെസ്റ്റ് പോസിബിൾ വെയ്റ്റ് വാല്യൂയിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നത് ഏകദേശം ഈ രീതിയിലാണ് നമുക്ക് പറയാം. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് ഇതിൽ നമ്മളതിനായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെയ്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ കറണ്ട് സ്റ്റാറ്റിക് നോയ്സ് നമ്മൾ റേഡിയോയിൽ നിന്ന് കേൾക്കുന്നത്, ആ നോയ്സിനെ നമുക്ക് ലോസ് വാല്യൂമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കറണ്ട് ലോസ് വാല്യൂ. അതുപോലെ തന്നെ നോബ് തിരിക്കുക എന്ന് പറഞ്ഞാൽ വെയ്റ്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കറണ്ട് പൊസിഷനിൽ നിന്ന് വെയ്റ്റ് വാല്യൂ കൂട്ടാം, അല്ലെങ്കിൽ കറണ്ട് പൊസിഷനിൽ നിന്ന് വെയ്റ്റ് വാല്യൂ കുറയ്ക്കാം. സോ കൂട്ടുന്നതിന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുന്നതായിട്ടും കുറയ്ക്കുന്നതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുന്നതായിട്ടും നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഏറ്റവും ക്ലിയറസ്റ്റ് സിഗ്നൽ വരുന്ന പൊസിഷൻ, അതായത് ഏറ്റവും മിനിമം ലോസ് വരുന്ന പൊസിഷനാണ് നമ്മുടെ ബെസ്റ്റ് നോബ് പൊസിഷൻ അല്ലെങ്കിൽ വെയ്റ്റ് പൊസിഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കി കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ഐഡിയൽ പൊസിഷനിൽ നോയ്സ് ഏറ്റവും കുറവും, മിനിമം ലോസും, അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോയാൽ ഹൈ നോയ്സിലോട്ട് പോവുകയാണ് ചെയ്യാറ്. സോ നമുക്ക് ആസ് എ ഹ്യൂമൻ റേഡിയോയുടെ കാര്യത്തിൽ നമുക്ക് ഇൻഡ്യൂറ്റീവ്ലി നമുക്കറിയാം എങ്ങനെ തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൂടെ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് തിരിക്കണം എന്നുള്ളത് നമുക്ക് ഓരോ മൊമെൻറ്റിലും മനസ്സിലാവുന്നുണ്ട്. സോ ഇത് അൽഗോരിതമിക്കലി നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ, അതാണ് അതിൻ്റെ കോറായിട്ടുള്ള ഐഡിയ. സോ ഇതിൽ മെയിനായിട്ടും 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഏത് രീതിയിൽ തിരിക്കണം എന്നുള്ളത്. രണ്ടാമത്, ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു നോബല്ല ഉള്ളത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ 3 × 5 ആക്ച്വലി 15 വെയ്റ്റ് വാല്യൂസ്, ദെൻ അഗെയിൻ 5 × 4
20 വെയിറ്റ് വാല്യൂസ്, സോ ആൻഡ് സോ ഫോർത്ത്, അങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലും ഒരു ചെറിയൊരു നെറ്റ്വർക്കാണ്. ഒരു ടൈനി നെറ്റ്വർക്ക് എടുത്താൽ തന്നെ, ന്യൂറൽ നെറ്റ്വർക്ക് എടുത്താൽ തന്നെ 100-ലധികം വെയിറ്റ്സ് ഉണ്ടാവും. ഒരു മൾട്ടി ലെയർ പെർസെപ്ട്രോൺ, MNIST ആൻഡ് റിട്ടേൺ ഡിജിറ്റ് ക്ലാസിഫിക്കേഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എടുത്താൽ തന്നെ 1,00,000-ഓളം വെയിറ്റ്സ് ഉണ്ടാവും. ഒരു GPT പോലുള്ള മോഡൽ എടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടി വെയിറ്റ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാ പോസിബിൾ കോമ്പിനേഷനും ട്രൈ ചെയ്യണം. ഇത്രയും നോബുകൾ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ മാനുവലി ഓരോ പൊസിഷനിൽ കൊണ്ടുവച്ച് ട്രയൽ ആൻഡ് എറർ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് സ്മാർട്ടർ ആയിട്ടുള്ള അപ്രോച്ച് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്പർ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ഡിജിറ്റ് പൊസിഷൻസ് വരുന്ന ഒരു നമ്പർ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഡിജിറ്റ് പൊസിഷനും 10 പോസിബിൾ വാല്യൂസ് ഉണ്ട്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ് ഏത് വേണമെങ്കിലും ആകാം ഓരോ പൊസിഷനിലും. അപ്പോൾ തന്നെ നമുക്ക് 10⁵ 1,00,000 കോമ്പിനേഷൻസ് ഉണ്ട്. അത് തന്നെ ഓരോന്നും ട്രൈ ചെയ്ത് ആ ലോക്ക് തുറക്കുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഇനി ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5-ൽ നിന്ന് 6-ലോട്ടല്ല നമ്മൾ പോകുന്നത്. 5-ൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 5.1 ആവാം, 5.1.1 ആവാം, 5.1.1.2, അങ്ങനെ എത്ര വേണമെങ്കിലും ആ ഗ്രാനുലർ ചേഞ്ച് എത്ര വേണമെങ്കിലും പോസിബിളാണ്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ചേഞ്ച് ആവുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഈസ് എ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൂട്ട് ഫോഴ്സ് ആയിട്ട് ഓരോ വെയിറ്റ് വാല്യൂസ് ആയിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ പോസിബിൾ കോമ്പിനേഷനും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഒരിക്കലും നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള ലോസ് കുറഞ്ഞിട്ടുള്ള പൊസിഷനിലോട്ട് എത്തില്ല ആ ഒരു മെത്തേഡിൽ ചെയ്താൽ. അപ്പോൾ അവിടെ നമുക്കൊരു സ്മാർട്ടായിട്ടുള്ള മെത്തേഡ് ഉണ്ടാവണം. ഇവിടെയാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഇൻഡ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y = 2x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. y = 2x എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x എന്ന് പറയും. y = 2x എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് dy/dx എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ കേസാണ്. കാരണം എന്താ, നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നത്. അതിനെയും ഞാൻ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിഷ്വലി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ y = 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ x ചേഞ്ച് ആവുന്നതനുസരിച്ച് y ചേഞ്ച് ആവുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതൊരു സ്ട്രേറ്റ് ലൈനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നത് 2 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്നത്. ഇപ്പോൾ എല്ലാ ഫംഗ്ഷൻസിനും ഇങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റൻ്റ് വാല്യൂ ആകണം എന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ സൈൻ്റെ ഡെറിവേറ്റീവ് കോസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഗ്രാഫുകളും റെഡ് കർവായിട്ട് സൈനും ബ്ലൂ കർവായിട്ട് കോസും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം സൈൻ ഫംഗ്ഷൻ അതിന് മാക്സിമത്തിലെത്തുന്ന പൊസിഷൻ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് എക്സ് മൂവ് ആകുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ചേഞ്ച് ആകുമ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ നമുക്ക് 0 ആണ് കോസ് വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ പൊസിഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതുപോലെ തന്നെയാണ്. എക്സ് ചേഞ്ച് ആകുമ്പോൾ വൈ ചേഞ്ച് ആവുന്നില്ല, അതായത് സൈൻ ചേഞ്ച് ആവുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ മാത്രം നമ്മുടെ കോസ് വാല്യൂ 0 ആണ്. ഇനി ഇൻ ജനറൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൈനിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല, ഒരു കോസ് എന്ന് പറഞ്ഞാൽ അനദർ ഫംഗ്ഷനാണ് നമുക്ക് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടുന്നത്. ബിക്കോസ് സൈൻ എന്ന് പറയുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു റീജിയൻ റെക്റ്റാങ്കിളിൽ നോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈൻ ഫംഗ്ഷൻ കുറയുന്ന പൊസിഷൻസിലെല്ലാം, അതായത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും റീജിയൻ, ആ സർക്കുലർ ആ ഒരു റെക്റ്റാങ്കിളിൽ കാണിച്ചിരിക്കുന്ന അത്രയും റീജിയൻ, ആ പൊസിഷനിലെല്ലാം നോക്കിയാൽ അറിയാം നമ്മുടെ കോസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അതിൽ തന്നെ പല മാഗ്നിറ്റ്യൂഡിലുണ്ട്, 0 മുതൽ -1 വരെ പോകുന്നുണ്ട്. പക്ഷേ അത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. എല്ലാ വാല്യൂസും നെഗറ്റീവ് വാല്യൂ ആണ്. എന്നാൽ മറ്റ് പൊസിഷനിലാവട്ടെ, ഈ ഒരു റീജിയൻ ഒഴിച്ച് ബാക്കി എല്ലാ പൊസിഷനിലും നമ്മുടെ സൈൻ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആദ്യത്തെ കേസ് പറയുകയാണെങ്കിൽ 0-ൽ നിന്ന് 1 വരെ ഇൻക്രീസ് ചെയ്യുകയാണ്, 0 to 1 π/2 വരെയുള്ള പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മുടെ കോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാലോ, അതായത് 3π/2 തൊട്ട് 2π വരെയുള്ള പൊസിഷനിൽ സൈൻ ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസ് ആവുകയാണ്. അത് മൈനസ് വാല്യൂയിൽ നിന്നാണ് ഇൻക്രീസ് ആവുന്നത്, പക്ഷേ സ്റ്റിൽ അത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ആ പൊസിഷനിൽ നോക്കിയാൽ നമ്മുടെ കോസ് വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു സ്മൂത്ത് കർവ് എപ്പോഴൊക്കെയാണോ ആ ഒറിജിനൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോഴെല്ലാം അതിൻ്റെ ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ആവുകയും, എപ്പോഴൊക്കെയാണ് ഒറിജിനൽ ഫംഗ്ഷൻ നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് ആ പൊസിഷനിലെല്ലാം നമ്മുടെ ഡെറിവേറ്റീവ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ എത്രത്തോളമാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്നതിനനുസരിച്ചായിരിക്കും ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് വാല്യൂ എന്നതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ y = 2x എന്ന് പറയുന്ന എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അതിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇവിടെ y = 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആണെന്നും അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നും ആ ഡെറിവേറ്റീവ് ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതേസമയം y = -2x, അതായത് ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് കൂടുന്നതനുസരിച്ച് y കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ഈ കേസിൽ, കാരണം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ y എന്ന് പറയുന്നത് കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ കേസിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക. അതായത് എക്സ് കുറഞ്ഞാൽ മാത്രമേ നമ്മുടെ y ആദ്യത്തെ ഗ്രാഫിൽ കുറയുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലോ, y കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണം. അതായത് എക്സ് കൂടിയാൽ മാത്രമേ നമ്മുടെ y കുറയുകയുള്ളൂ. അപ്പോൾ ഇവിടെ കീ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ പോസിറ്റീവ് വാല്യൂ ആണ്, രണ്ടാമത്തെ കേസിൽ നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഒരു ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ, അതായത് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻക്രീസ് ആക്കണോ അല്ലെങ്കിൽ എക്സ് കുറയ്ക്കണോ എന്നുള്ളത് നമ്മുടെ നെഗറ്റീവ് ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവിൻ്റെ ഓപ്പോസിറ്റ്, ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അത് റൈറ്റ് എന്നും ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് എന്നും എടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻസൈറ്റ് അവിടെ കിട്ടും. ഉദാഹരണത്തിന് ആദ്യത്തെ കേസിൽ നമുക്ക് y കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, അപ്പോൾ റൈറ്റ് സൈഡാണ് ഉദ്ദേശിക്കുന്നത്. ആ റൈറ്റ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ്. സോ നമ്മൾ എക്സ് കുറച്ചാൽ മാത്രമേ y കുറയുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ഗ്രാഫിൻ്റെ കാര്യത്തിലോ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. സോ ഫംഗ്ഷൻ കൂടുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്, ഫംഗ്ഷൻ കുറയുന്നത് റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ +2 വരും. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോയാൽ മാത്രമേ ഫംഗ്ഷൻ കുറയുകയുള്ളൂ. ഈ രീതിയിൽ നമുക്കതിൻ്റെ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡെറിവേറ്റീവ് നോക്കി തീരുമാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ കുറയ്ക്കാനായിട്ട് നെഗറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞിട്ട് ആ ഡയറക്ഷൻ മൂവ് ചെയ്താൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒറിജിനൽ ഫംഗ്ഷൻ വാല്യൂ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കീ ആയിട്ടുള്ള ഇൻസൈറ്റ്. അപ്പോൾ ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്ന് പറയുന്ന അൽഗോരിതം ബേസിക്കലി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു പുതിയ വെയിറ്റ് വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, അതായത് ലോസ് കുറച്ച് നമുക്ക് നമ്മുടെ നോബ് തിരിക്കണം എന്നുണ്ടെങ്കിൽ കറൻറ്റ് വെയിറ്റ് വാല്യൂ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ കറൻറ്റ് വെയിറ്റ് വാല്യൂവിനെ നിന്ന് റൈറ്റ് സൈഡിലോട്ട്, അതായത് കൂട്ടുക എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഡിക്രീസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് വിഷ്വലി പറയാൻ സാധിക്കും. അപ്പോൾ അതിനെ തീരുമാനിക്കുന്നത് നമ്മളതിൻ്റെ ലോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആ പർട്ടിക്കുലർ വെയിറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം അതായത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന ഡെറിവേറ്റീവ് നമുക്ക് പറഞ്ഞു തരും. ഉദാഹരണത്തിന് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് വെയിറ്റ് വാല്യൂവിൽ നിന്ന് കുറച്ചാൽ മാത്രമേ നമ്മുടെ ലോസ് കുറയുകയുള്ളൂ. ഇനി ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ കറൻറ്റ് വെയിറ്റ് വാല്യൂ മൈനസ് സം പോസിറ്റീവ് വാല്യൂ ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ലോസ് കുറഞ്ഞു വരും. അതായത് കറൻറ്റ് വെയിറ്റ് വാല്യൂ നമ്മൾ ആ വെയിറ്റ് വാല്യൂവിന് കുറച്ചാൽ മാത്രമേ ലോസ് കുറഞ്ഞു വരികയുള്ളൂ. നേരെ മറിച്ച് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് വരും. അതായത് ടോട്ടൽ ഇവിടെ വരുന്ന ടേം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതായത് കറൻറ്റ് വെയിറ്റ് വാല്യൂവിനെ കൂട്ടിയാൽ മാത്രമേ നമ്മുടെ ലോസ് വാല്യൂ കുറഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻസൈറ്റ് ആണ് ഈ പറയുന്ന ഗ്രേഡിയൻ ഡിസെൻറ്റ് അൽഗോരിതത്തിൻ്റെ ഈക്വേഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് സൈൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇൻക്രീസ് ആവുന്ന ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മാത്രമേ ഫംഗ്ഷൻ ഡിക്രീസ് ആവാനായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ വെയിറ്റ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ W ഓൾഡ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് വെയിറ്റ് വാല്യൂ ആണ്, W ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയ അപ്ഡേറ്റഡ് വെയിറ്റ് വാല്യൂ ആണ്. സോ പുതിയ അപ്ഡേറ്റഡ് വെയിറ്റ് വാല്യൂ എടുക്കാൻ പഴയ അപ്ഡേറ്റഡ് വെയിറ്റ് വാല്യൂ മൈനസ് ആൽഫ ലേണിംഗ് റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ചേഞ്ച് എത്രത്തോളം വേണം എന്നുള്ളത്, ഏത് ഡയറക്ഷനിൽ വേണം എന്നുള്ളത് ഡെറിവേറ്റീവ് പറയും. പക്ഷേ എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ലേണിംഗ് റേറ്റ് ആൽഫ സൂചിപ്പിക്കുന്നത്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും ചെറിയ ഒരു മൈന്യൂട്ട് വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്, കാരണം ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ടാണ് പല ഇറ്ററേഷനിലാണ് നമ്മൾ ആ അപ്ഡേഷൻ ചെയ്യുന്നത്. സോ മൈനസ് എടുക്കുന്നത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ മാത്രമേ, അതായത് ഡെറിവേറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ മാത്രമേ നമുക്ക് ആ വെയിറ്റ് റിഡക്ഷൻസ് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്കിതിൽ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും, ഇവിടെ ഡെറിവേറ്റീവിൽ ഇവിടെ dl/dw എന്ന് എഴുതുന്നതിന് പകരം ഒരു കർവ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ലാൻഡഡ് ആയിട്ടാണ് d എഴുതിയിരിക്കുന്നത്.
അത് ഡോ എന്ന എന്താണ് നൊട്ടേഷനാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയും. സോ എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിൾസ് ആയിട്ട് വരുന്ന ഒരു വെയിറ്റ് വാല്യൂ അല്ല. ഞാൻ പറഞ്ഞു ആയിരക്കണക്കിന് വെയിറ്റ് വാല്യൂസ് ഉണ്ട്, W1, W2, W3. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് W1 എടുക്കും, W2 എടുക്കും, W3 എടുക്കും, അപ് ടു എക്സെട്ര WN എടുക്കും. അപ്പോൾ അവിടെ നമ്മൾ സിമ്പിൾ ഡെറിവേറ്റീവ് അല്ല എടുക്കുന്നത്, മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ് അതിന് പറയുന്നത്. സിമ്പിൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ dy/dx എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. നേരെ മറിച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് അതായത് മൾട്ടിപ്പിൾ വേരിയബിൾസ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്, L = 2x² + 3y. അപ്പോൾ ∂L/∂x ഉണ്ട്, ∂L/∂y ഉണ്ട്. രണ്ടിനും കിട്ടുന്ന ആൻസേഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് ഇക്വേഷൻ എഴുതുന്നത് ∂L/∂w ആണ്, dL/dw അല്ല. ബിക്കോസ് മൾട്ടിപ്പിൾ ഇൻപുട്ട് വാല്യൂസ് അതിലോട്ട് അല്ലെങ്കിൽ വെയിറ്റ് വാല്യൂസ് അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോ വെയിറ്റ് വാല്യൂവിനും സെപ്പറേറ്റ് ആയിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ അതിൻ്റെ ഡെറിവേറ്റീവ് വാല്യൂ വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വാല്യൂ വരുന്നതനുസരിച്ച്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ചെയിൻ റൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. കാരണം നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിൽ നമുക്കറിയാം ഒരു ലെയറിൽ നിന്ന് നെക്സ്റ്റ് ഔട്ട്പുട്ട് അടുത്ത ലെയറിലോട്ടും ആ ലെയറിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ലെയറിലോട്ടും അങ്ങനെ ഔട്ട്പുട്ട് ലെയർ വരെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത്. അതിനെ നമ്മൾ ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒരു പർട്ടിക്കുലർ വെയിറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു കാസ്കേഡ് ഓഫ് ഫംഗ്ഷൻസിലൂടെ പോകേണ്ടി വരും. ഇപ്പോൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അത് ഐസ്ക്രീം സെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഐസ്ക്രീം സെയിൽസ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രോഫിറ്റ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രോഫിറ്റ് വിത്ത് റെസ്പെക്ട് ടു സെയിൽസ് കമ്പ്യൂട്ട് ചെയ്ത ശേഷം അതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെയിൽസ് വിത്ത് റെസ്പെക്ട് ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രോഫിറ്റ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതൊരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയാണ്, അതിനെ ചെയിൻ റൂൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഡെറിവേറ്റീവ്സിലൊക്കെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നതാണ്. അപ്പം ഇതേ സെയിം ഐഡിയ തന്നെയാണ് ന്യൂറൽ നെറ്റ്വർക്കിലും ഉള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ ലെയേഴ്സ് കാസ്കേഡ് ചെയ്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്ത ഫംഗ്ഷൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ രീതിയിലായിരിക്കും ചെയിൻ റൂൾ വെച്ചിട്ടായിരിക്കും ഈ ഒരു അപ്ഡേഷൻസ് ചെയ്യുന്നത്. സോ W1 എങ്ങനെയാണ് ലോസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓരോ ലോക്കൽ എഫക്ട്സും ഓരോ സ്റ്റെപ്പിലും ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ബാക്ക്വേർഡ്സ് ആണ് ആ ഒരു എന്താ പറയുക കാൽക്കുലേഷൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളതിനെ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അറ്റ് ഈച്ച് വെയിറ്റ് W1 കമ്പ്യൂട്ട് ∂L/∂w1. സോ അതായിരിക്കും നമ്മൾ ഈ വെയിറ്റിന് എത്രത്തോളം അതിൻ്റെ എററിന് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഉണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. സോ ഈ ഒരു അപ്ഡേഷൻ നമ്മൾ റിക്കർസീവായിട്ട് പല ഇൻപുട്ട് സാമ്പിൾസിന് ചെയ്യുകയും ഐഡിയലി നമ്മുടെ വെയിറ്റ് വാല്യൂസിലെ അപ്ഡേഷൻസ്, അതായത് ഇപ്പം W1 W ഓൾഡിൽ നിന്ന് W ന്യൂയിലോട്ട് കാര്യമായ ചേഞ്ചസ് ഇല്ല, അതായത് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ നമ്മൾ ടേണിംഗ് നോബിൻ്റെ കാര്യത്തിലും റേഡിയോയുടെ കാര്യത്തിലും അങ്ങനെയാണല്ലോ, ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് നമ്മൾ മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും കാര്യമായ ചേഞ്ചസ് ഇല്ല എന്നുള്ള പൊസിഷനിൽ നമ്മൾ ആ ടേണിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് മോഡൽ ട്രെയിനിങ് പ്രോസസ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓരോ ഐട്രേഷനെയും നമ്മൾ ഈപോക്ക് എന്ന് പറയുന്ന പേര് വിളിച്ചാണ് വിളിക്കുന്നത്. സോ ബാക്ക് പ്രൊപ്പഗേഷനാണ് നമുക്ക് ഗ്രേഡിയൻസ് ഓരോ വെയിറ്റ് വാല്യൂസിനും ഇക്വലൻ്റ് ആയിട്ട് തരും. ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് ഈ പറയുന്ന ഗ്രേഡിയൻറ്റ് വാല്യൂസിനെ വെയിറ്റ് അപ്ഡേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതിന് നമ്മൾ ടൂതർ ട്രെയിനിങ് എന്ന് പറയുന്ന പേര് വെച്ചിട്ടാണ് എന്താ പറയുക വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുക, ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമം വെയിറ്റ് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഒരു വിഷ്വൽ അനലോജി നമ്മൾ പറഞ്ഞു. റേഡിയോ എക്സാമ്പിൾ വെച്ച് റേഡിയോ നോബ് നമ്മൾ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്ന എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ലോസ് എന്ന് പറഞ്ഞാൽ നോയ്സിന് ഇക്വലൻ്റ് ആയിട്ട് മിനിമം ലോസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മോഡലാണെന്നുള്ളതും നമ്മൾ പറഞ്ഞു. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്തുകൊണ്ട് നമുക്ക് എല്ലാ പോസിബിൾ കോമ്പിനേഷനും ട്രൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ച് കൂടാ, അത് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല, എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ കോർ ആയിട്ടുള്ള ഐഡിയ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് എങ്ങനെയാണ് ഈ ഒപ്റ്റിമം വെയിറ്റ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, ഏത് ഡയറക്ഷനിൽ വെയിറ്റ് വാല്യൂ മൂവ് ചെയ്യണം എന്നുള്ളത് ഡെറിവേറ്റീവ് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്ന അൽഗോരിതം എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ സിംപ്ലസ്റ്റ് പോസിബിൾ ഐഡിയ എങ്ങനെയാണ് ആ ഒരു അപ്ഡേഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വരുന്നതെന്നും
ലേണിംഗ് റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്, വെറും ഡെറിവേറ്റീവിന് പകരം പാർഷ്യൽ ഡെറിവേറ്റീവ് വരാനുള്ള കാരണം എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ചെയിൻ റൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് കാസ്കേഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഇൻ ഷോർട്ട്, നിങ്ങൾക്ക് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അത് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ലൈബ്രറീസ് വെച്ചാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഇൻസൈറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ കമൻസ് ആൻഡ് ഒപ്പീനിയൻസ് വീഡിയോയ്ക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓവർ ഫിറ്റിംഗ്, റെഗുലറൈസേഷൻ, ഡ്രോപ്പ് ഔട്ട്, എയർലി സ്റ്റോപ്പിംഗ്, L1 L2 റെഗുലറൈസേഷൻ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.